അങ്ങനെ ദൃശ്യം 3 കാണാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ പോവാണേ. വണ്ടിയിലിരുന്നാൽ കുറച്ച് എന്താ പറയുക, യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ശ്രീധരൻ എനിക്കൊരു പരിപ്പോട് മേടിച്ചു തന്നു കേട്ടോ. അതും കഴിച്ച് അങ്ങനെ ഇരുന്നാലും ഛർദ്ദിക്കാൻ വരുന്നത് കുറയും. അതുകൊണ്ടാണ് അങ്ങനെ ഇതേ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മോളിലാണ് പോകുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. 2:20 കേട്ടോ നമ്മുടെ ഫിലിം. പാറു ഇവിടെ ഇല്ല. അച്ഛനും പിന്നെ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ സിനിമ കാണേക്കാളും മുമ്പ് നമ്മൾ ഇവിടെ നിന്നെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ കത്തി വിലയാണ് കൈസ് സാധനങ്ങൾക്കെല്ലാം. അപ്പോൾ പിന്നെ അധികം ഒന്നും വാങ്ങിച്ചില്ല നമ്മൾ. എങ്കിലും ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ട് ഉള്ളിൽ കയറി കേട്ടോ. എനിക്ക് എന്തായാലും എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ ഞാൻ കാണാൻ പോകുന്നത് കേട്ടോ. അത് മോഹൻലാലിൻ്റെ. അങ്ങനെ ദൃശ്യം 3 കാണാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ അതേ പോപ്കോണൊക്കെ ഒരു ബക്കറ്റ് മേടിച്ച് നമ്മൾ ഉള്ളിൽ കയറി ഗൈസ്. അങ്ങനെ ദൃശ്യം 3 ഇവിടെ തുടങ്ങിയായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവെല്ലിൽ ഇതേ അറിഞ്ഞില്ല കേട്ടോ. പലരും പറഞ്ഞു പടത്തിൻ്റെ ഫ്രണ്ട് ലാഗാന്നൊക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല. അടിപൊളി പടമായിരുന്നു. അങ്ങനെ ഞാനൊരു നാച്ചോസും കൂടി മേടിച്ചു കേട്ടോ. അങ്ങനെ ദൃശ്യം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പടം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് മറ്റുള്ള മിക്ക പടങ്ങളും ഞാൻ പറയാറുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് കേട്ടോ സിനിമയിലുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്തായാലും സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടി എവിടെയായിട്ടെന്ന് മറന്നുപോയി ഗൈസ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പാറുനെ കൊണ്ടുവരാൻ പോയപ്പോൾ എൻ്റെ കിച്ചുമോൻ ഇവിടെ അവനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചുമോനെ അതുമോളെയൊക്കെ കണ്ട് പാറുമോളെയും കൊണ്ട് ഞങ്ങൾ പോന്നു.